ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ മത്തി ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. കാന്താരി മുളകൊക്കെ അരച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ഫിഷ് ഫ്രൈ ആണിത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ച മത്തിയാണിത്. ഇതിന് നമുക്ക് 2 സൈഡിൽ ഇങ്ങനെ വരയിട്ട് കൊടുക്കണം. മസാലയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നത്. എല്ലാ മത്തി ഇതുപോലെ വരയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ടൊരു ജാറിലേക്ക് കുറച്ച് കാന്താരിമുളക്, ഒരു 10 കാന്താരിമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10ഓ 15ഓ കൂടുതൽ എടുത്താലും നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ 3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ അരപ്പ് ഈ മത്തിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മത്തിയുടെ 2 സൈഡിലും പിന്നെ അതിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് നമുക്ക് ഈ അരപ്പ് തേച്ച് കൊടുക്കാം. ഈ അരപ്പ് തേച്ച് പിടിപ്പതിന് ശേഷം ഒരു 10-20 മിനിറ്റ് നമ്മൾ പുറത്ത് വെക്കണം. അതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ സമയം കൊണ്ട് ഇതിൻ്റെ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. എല്ലാം മത്തി ഇതുപോലെ വരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ ഓരോ മീനായിട്ട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കാന്താരി മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്